നമസ്കാരം സുഹൃത്തുക്കളെ, കൈബ്സ് കഫേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ എപ്പിസോഡ് UAEയിലെ ആർക്കിയോളജിക്കൽ ഹിസ്റ്ററിയെക്കുറിച്ചാണ്. അതായത് ഇവിടുത്തെ ചരിത്രം എന്ന് പറയുന്നത് പലർക്കും 1970 ശേഷമുള്ള ചരിത്രമാണ് UAEയിൽ പലരും ഓർക്കുന്നതും അതിനെപ്പറ്റി ഒരുപാട് എഴുതിയിട്ടുള്ളതും. പക്ഷേ നമ്മുടെ കഥ തുടങ്ങുന്നത് 1760 ആ സമയത്ത് ലിവയിൽ നിന്നും ഒരു ബെദു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബെഡുവിൻ, ഇവിടുത്തെ ആദിവാസികൾ. പുള്ളി ഒരു ഹണ്ടറായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും കൂടി ചേർന്നിട്ട് ഒരു മാനിനെ അബുദാബി ദ്വീപ് വരെ പിന്തുടർന്നു. എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അബുദാബിയിൽ ഇന്ന് ബുത്തീൻ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ബുത്തീൻ വരെ പിന്തുടർന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ വെള്ളം കണ്ടെത്തുകയുണ്ടായി. ഒടുവിൽ ആ പ്രദേശം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാട്ടർ റിസോഴ്സായിട്ട് മാറുകയും ഒടുവിൽ 50 വർഷത്തിന് ശേഷം അൽ ഹസൻ എന്ന് പറയുന്ന ഒരു കോട്ടയും അവിടെ ഉണ്ടാക്കി. എന്നിട്ട് ലിവയിൽ നിന്നും അബുദാബിയിലേക്കും തലസ്ഥാനം ആ ട്രൈബിൻ്റെ ഭരണ കേന്ദ്രം മാറ്റുകയുണ്ടായി. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോട്ട ഉണ്ടാക്കിയിരിക്കുന്നത് കോറൽസൊക്കെ വെച്ചിട്ടാണ്. പണ്ട് ഈ പ്രദേശത്ത് കോട്ടകളും കെട്ടിടങ്ങളും വീടുകളുമെല്ലാം ഇത്തിരി സാമ്പത്തിക ശേഷിയുള്ളവരുടെ വീടുകളെല്ലാം കോറൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് പവിഴത്തിൻ്റെ കല്ല് ചെത്തി അതിൽ നിന്നും കട്ടകൾ ഉണ്ടാക്കിയിട്ടാണ് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു കൺസ്ട്രക്ഷൻ ശൈലി കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ ഷാർജയിലും കൾച്ചറൽ ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്, ഷാർജ കൾച്ചറൽ ഡിസ്ട്രിക്റ്റ്. അവിടെ ഒരു കോട്ടയുണ്ട്, അതിൻ്റെ പരിസരത്ത് തന്നെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്. അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും ഇതേ രൂപത്തിൽ നിർമ്മിച്ചിട്ടുള്ള ചുവരുകളും ഭിത്തികളും വീടുകളും എല്ലാം കാണാൻ പറ്റും. 1400കളിലും 1500കളിലും എല്ലാം ഉള്ള പഴയ മാപ്പുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ പ്രദേശത്തിന് തന്നെ അറിയപ്പെട്ടിരുന്നത് മത്സ്യഭോജികൾ, ഇക്തിയോഫാഗായ് എന്ന പേരിലാണ് ഈ പ്രദേശത്തെ ജനങ്ങളെ ഈ പ്രദേശത്തെ തന്നെ അറിയപ്പെട്ടിരുന്നത്. ഇക്തിയോഫാഗായ് എന്ന പേരിലാണ് ആ മാപ്പ്. ഇക്തിയോ എന്ന് വെച്ചാൽ മത്സ്യം, ഫാഗായ് എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നവർ. അങ്ങനെയാണ് ആ പ്രദേശം തന്നെ അറിയപ്പെട്ടിരുന്നത്. അപ്പം മത്സ്യവും മത്സ്യബന്ധനവും വളരെ അത്യാവശ്യം, അവരുടെ ഒരു പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ ആൻഡ് സസ്റ്റനൻസ് ആയിരുന്നു. പക്ഷെ മാപ്പുകളെ പറ്റി പറയുമ്പോഴത്തേക്കും ലോകത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തനായ മാപ്പ് ശേഖരം ഉള്ള ഒരു വ്യക്തിയുണ്ട്. നമുക്ക് വളരെ അടുത്ത ഒരു എമിറേറ്റിലുള്ള ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ അൽ ഖാസിമിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മാപ്പുകൾ ശേഖരിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. ഡോക്ടർ സുൽത്താനിന് പലതരത്തിലുള്ള പല മേഖലകളിൽ അദ്ദേഹത്തിന് ഡോക്ടറേറ്റുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കിയോളജിക്കൽ മാപ്പുകളും അതേപോലെ വളരെ പഴക്കമുള്ള അറബ് നാവിഗേറ്റേഴ്സിൻ്റെ മാപ്പുകളെല്ലാം ശേഖരിച്ചിട്ടുള്ളത് UAEയിൽ ഷാർജ എമിറേറ്റിലാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു മ്യൂസിയം, അദ്ദേഹത്തിന് ഈ ഒരു പഠന വിഷയത്തിന് വേണ്ടി മാത്രം ഒരു സെൻറ്ററും അദ്ദേഹം ഷാർജയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സെൻറ്റർ, അതുപോലെ ഷാർജ മ്യൂസിയം സന്ദർശിക്കണം. ഈ മാപ്പുകൾ ചിലതെല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ലിവയിൽ പോയിരുന്നു, അതുപോലെ മലീഹയിൽ പോയിരുന്നു. അവിടെയെല്ലാം നമ്മൾ കൂട്ടുകാരുമായി ഒത്ത് പോയപ്പോഴത്തേക്കും കുറേ ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. ആ ഫോട്ടോ ഷെയർ ചെയ്ത ഉടനെ തന്നെ നമ്മൾ വളരെ വേണ്ടപ്പെട്ട നമ്മളൊരു സുഹൃത്ത് എതിരൻ കതിരവൻ അദ്ദേഹം ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് ഇവിടെ മരുഭൂമിയായി മാറിയത്? കാര്യം നമ്മളുടെ ചില തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മലീഹയിൽ തന്നെ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് പവിഴപ്പൊറ്റുകൾ, മറീൻ ഫോസിൽസ് ഇതെല്ലാം കണ്ടു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഈ പ്രദേശത്ത് കടൽ മാറി എങ്ങനെയാണ് ഇവിടെ മരുഭൂമിയായി മാറിയതെന്ന് അദ്ദേഹം ചോദിച്ചു. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു 8000 വർഷം മുൻപ് വരെ ഈ പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്ന പ്രദേശം, നമ്മൾ ഇന്ന് പേർഷ്യൻ ഗൾഫ് അല്ലെങ്കിൽ അറേബ്യൻ ഗൾഫ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഗൾഫ് റീജിയൻ, ഈ ഒരു റീജിയൻ യഥാർത്ഥത്തിൽ ഒരു നദീ തടാകമായിരുന്നു, ഒരു വാലി ആയിരുന്നു, ലേക്കായിരുന്നു. ഒന്നിലധികം ലേക്കുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതായത് ടൈഗ്രിസ് ആൻഡ് യൂഫ്രട്ടീസ്, ഇറാഖിലുള്ള
ടൈഗ്രിസ് ആൻഡ് യൂഫ്രട്ടിസ് നദിയുടെ തുടർച്ചയായിട്ട് ആ നദീജലം എംപ്റ്റി ചെയ്തിരുന്നത് ഇവിടുത്തെ 2 ലേക്കുകളിലായിരുന്നു. ഞാൻ ഈ പറയുന്ന സമയമെന്ന് പറയുന്നത് ഹോളോസീൻ പീരീഡ്, അതായത് ക്ലൈമാറ്റിക് ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ആ ഒരു പീരീഡിൽ ടെമ്പറേച്ചറും കുറവായിരുന്നു. 8000 വർഷത്തെ പീരീഡിൽ ടെമ്പറേച്ചർ കുറവായിരുന്നു. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ലെവൽ, ഫ്രഷ് വാട്ടർ ലേക്കുകൾ ഒരുപാടുണ്ടായിരുന്നു. ഇവിടെ കടലല്ലായിരുന്നു. പിന്നെയാണ് ഈ ഗ്ലേഷ്യൽ മെൽറ്റിംഗ് ഉണ്ടായതിന് ശേഷം ഈ വെള്ളമെല്ലാം ഉയരുകയും, വെള്ളത്തിൻ്റെ ലെവൽ ഉയരുകയും അതോടൊപ്പം തന്നെ ഇവിടെ കടലുമായി ബന്ധപ്പെടുകയും, കടൽ വെള്ളം ഇവിടുത്തെ ഫ്രഷ് വാട്ടറുമായി ബന്ധപ്പെട്ടിട്ട് ഫ്ലഡിങ് ഉണ്ടാകുകയും ചെയ്തത്. അപ്പോൾ പലതരത്തിലുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ യൂഫ്രട്ടിസും ടൈഗ്രിസും നദി അൽ ഉബൈദ് എന്ന് പറയുന്ന സംസ്കാരത്തിൻ്റെ ചില തെളിവുകൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ പോട്ടറികളെല്ലാം ഈ പ്രദേശത്തുള്ള ഈ കോസ്റ്റൽ റീജിയനിൽ പലയിടത്തായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇവിടുത്തെ ചരിത്രം. ഇറാഖിൽ ടൈഗ്രിസ് യൂഫ്രട്ടിസ് നദീ തീരങ്ങളിലുണ്ടായിരുന്ന സംസ്കാരവും ഇവിടുത്തെ സംസ്കാരവുമായി വലിയ കച്ചവട ബന്ധമുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിന് ഏറ്റവും രസകരമായൊരു തെളിവെന്ന് പറയുന്നത് അവിടെ ഉണ്ടാക്കിയിരുന്ന ഈ പോട്ടറിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ന് നമ്മൾ ചൈനയിൽ നിന്നും ചൈനയിൽ നിന്ന് ഇപ്പോൾ എടുത്ത് പറയാൻ പാടില്ല, എങ്കിലും പല സ്ഥലത്തും ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കി വിൽക്കുന്നത് പോലെ ഐഫോണിൻ്റെയും ഇതുപോലുള്ള വളരെ സോട്ട് ആഫ്റ്റർ ഒരുപാട് പേരെ ആഗ്രഹിക്കുന്ന ചില പ്രൊഡക്റ്റുകൾ, ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ടൈഗ്രിസ് അൽ ഉബൈദ് പോട്ടറിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഈ പ്രദേശത്ത് അന്ന് ഉണ്ടാക്കിയിരുന്നു. സോ ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അതുമാത്രമല്ല, അതിന് അത്രമാത്രം വാല്യൂ ഉണ്ടായതുകൊണ്ടാണ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാകുന്നത്. UAEയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ മേജർ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറായിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. ചരിത്രം എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് ചരിത്രവുമുണ്ട്, പോസ്റ്റ് ക്രിസ്ത്യൻ എറയിലുള്ള ചരിത്രവുമുണ്ട്, പോസ്റ്റ് ഇസ്ലാമിക് ചരിത്രമുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം നമ്മുടെ അവതരണത്തിനും നമ്മുടെ ഭാവിയുള്ള എപ്പിസോഡുകളിലും ഈ 3 പീരീഡുകളെ കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇവിടുത്തെ ചില ഫോസിൽ റെക്കോർഡുകളാണ്. അതിലൊന്ന് ആനകളുടെ പൂർവികർ. ആനകളുടെ പൂർവികരെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലെത്തുന്നത് മാമത്തുകളാണ്. മാമത്തുകളൊക്കെ കുറച്ച് റീസെൻ്റാണ്. ഒരു 10,000 വർഷം 20,000 വർഷം മുമ്പ് വരെയാണ് മാമത്തുകളുണ്ടായിരുന്നത്. പക്ഷേ ഇത് അതിനേക്കാളും മുൻപ് ജീവിച്ചിരുന്ന 15 to 8 million years പീരീഡിൽ ജീവിച്ചിരുന്ന ചില ആനകളുടെ പൂർവികർ. 4 കൊമ്പുണ്ടായിരുന്ന ആനകളുണ്ടായിരുന്നു. ഈ 4 കൊമ്പുണ്ടായിരുന്ന ആനകളുടെ ആനക്കൊമ്പ്, അതിൻ്റെ കൊമ്പ് നമുക്ക് ഫോസിൽ റെക്കോർഡായിട്ട് കണ്ടു കിട്ടിയിട്ടുണ്ട്. ഈ ആനയുടെ കൊമ്പ് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ ആനകൾ നടന്നുപോയ പാതകൾ വരെയുണ്ട്. ഏകദേശം അൽമിർഫയിൽ നിന്നും ഒരു 68-60 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ ഓഫ് റോഡ് ചെയ്താൽ അവിടെ കാണാൻ പറ്റുന്ന ഒരു ഫെൻസ്ഡ് ഏരിയ ഉണ്ട്. ആ ഫെൻസ്ഡ് ഏരിയയിൽ ആനകൾ നടന്നു പോയതിൻ്റെ ഫോസിൽസ്, അതായത് ഫുട് പ്രിൻറ്റിൻ്റെ ഫോസിൽസ് റെക്കോർഡുകൾ നമുക്കിന്ന് കാണാൻ പറ്റും. അപ്പോൾ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫൈൻഡ്. 13 ആനകളാണ് നടന്നു പോയത്. ഈ 13 ആനകൾ നടന്നു പോകുന്നതിൻ്റെ കുറുകെ ഒരു മെയിൽ എലഫൻറ്റ് അവരെ ക്രോസ് ചെയ്ത് ഒറ്റയ്ക്ക് അവൻ നടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം എത്ര ഈ കണ്ടെത്തലുകളൊക്കെ എത്ര പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈൻഡുകളാണിത്. അതേപോലെ ക്രോക്കഡൈൽസിൻ്റെ പൂർവികരുടെ ഫോസിൽസ് കണ്ടെത്തി. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സമയത്ത് ഈ പറയുന്ന 8 മില്യൺ ഇയേഴ്സ് വരെ ഇവിടെ വളരെ ഗ്രീനായിരുന്നു, ഇവിടെ ഫ്രഷ് വാട്ടർ ഉണ്ടായിരുന്നു, അതേപോലെ ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു. ഈ പറയുന്ന കണക്ക് ലാർജ് മാമൽസ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ക്രിസ്ത്യൻ എറ ഫൈൻഡ് എന്ന് പറയുന്നത് ബെനിയാസിൽ ഒരു ചർച്ചിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ബെനിയാസിലുള്ള ചർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നെസ്റ്റോറിയൻ
മങ്ക്സ് 40 നെസ്റ്റോറിയൻ മങ്ക്സ് അവിടെ സ്റ്റേ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ പല എവിഡൻസുകളും ഈ പ്രദേശത്തുണ്ട്. സൗദി അറേബ്യയിലും ഇതേപോലെ ഒരു ചർച്ചിൻ്റെ റിമെയിൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടുകിട്ടിയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവിടെ എന്ന് പറയുന്നത് UAE പല സ്ഥലങ്ങളിലും റാസൽ ഖൈമ, അൽ ഐൻ, അബുദാബി ദ്വീപിൽ തന്നെ പല സ്ഥലങ്ങളിലും, ബനിയാസ്, ഇവിടെ എല്ലാം കണ്ടിട്ടുള്ള സർക്കുലർ ബെറിയൽ ഗ്രൗണ്ടുകൾ കണ്ടിട്ടുണ്ട്, സർക്കുലർ ബെറിയൽ മൗണ്ടുകൾ. സർക്കുലർ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ഷേപ്പിലുള്ള കുറേ അറകൾ. ഈ ഷേപ്പ് ഈ മൗണ്ടിനെ പറയുന്നത് തന്നെ ഉമ്മൽനാർ സ്റ്റൈൽ ടോംബ് എന്നാണ്. ഉമ്മൽനാർ എന്ന് പറയുന്ന കാര്യം ആദ്യം കണ്ടെത്തിയത് ഉമ്മൽനാറാണ്. അബുദാബിയിൽ ഉമ്മൽനാർ എന്ന് പറയുന്നത് അബുദാബിയുടെ ഡീസാലിനേഷൻ ആൻഡ് റിഫൈനറിയുടെ ആ പ്രദേശത്തുള്ള ഒരു ഫൈൻഡാണത്. ആദ്യം കണ്ടെത്തിയത് ഒരു ഡേനിഷ് ടീമാണ് അത് എക്സ്കവേറ്റ് ചെയ്തെടുത്തത്. ഇവിടുത്തെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. പെർഫെക്റ്റ്ലി സർക്യുലർ ഷേപ്പാണ്. 5th to 3rd മില്ലേനിയ 5000 തൊട്ട് 3000 വർഷം പഴക്കമുള്ള ബെറിയൽ മൗണ്ടുകളാണ്. ഈ ബെറിയൽ മൗണ്ടുകൾ തന്നെ നമുക്ക് അലൈനിലും കാണാൻ പറ്റും. ആദ്യം കണ്ടെത്തിയത് ഈ അലൈനിലാണ്. ഈ ഒരു ഷേപ്പിൽ അതൊരു ഡോം ഷേപ്പിലുള്ള ഒരു ബെറിയൽ മൗണ്ടാണ്. അത് ഈ ഉമ്മൽനാർ സ്റ്റൈലുമായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട്. പിന്നെ റാസൽ ഖൈമയിലും ഇതുപോലുള്ള ബെറിയൽ മൗണ്ടുകൾ കണ്ടിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതൽ ബോഡീസിന് ഈ സ്കെലറ്റൽ റിമെയിൻസ് കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ എങ്ങുമല്ല, ഷാർജയിലാണ്. ഷാർജയിൽ ജബൽ ബുഹൈസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞാൻ ഇന്നലെ ആ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. ജബൽ ബുഹൈസിൽ അനേകം ബെറിയൽ മൗണ്ടുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സർക്കുലർ അല്ല, റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ളതുണ്ട്. അതേപോലെ പല ഷേപ്പിലാണ്. അപ്പോൾ അവിടുത്തെ ആചാരങ്ങളും ഇവിടെയുള്ള ആൾക്കാരുടെ ആചാരങ്ങളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് 5000 വർഷം പഴക്കമുള്ളതായിട്ടാണ് കാർബൺ ഡേറ്റ് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ആർക്കിയോളജിക്കൽ എവിഡൻസുകളും പേലിയന്റോളജിക്കൽ എവിഡൻസുകളും ഈ പ്രദേശത്ത് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ബേസിക്കലി ഇവിടെ അധികം ഈ ഫാമിംഗ് ഒന്നും ആരും ചെയ്തിട്ടില്ല. ഇൻഡസ്ട്രിയൽ ലെവൽ അല്ലെങ്കിൽ വളരെ ഇൻറ്റൻസീവായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലും ശ്രീലങ്കയിലും ഒക്കെ ചെയ്യുന്നത് പോലെ വളരെ എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഫാമിംഗ് ഒന്നും ആരും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ പോപ്പുലേഷനും വളരെ സ്കാൻറ്റി ആയിട്ടുള്ള വളരെ കുറച്ച് ജനങ്ങൾ മാത്രം, കുറേ നോമാഡിക് ട്രൈബ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണിത്. ഇവിടുത്തെ വെതർ വളരെ ഡ്രൈ ആയിട്ടുള്ള വെതറാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫോസിൽ ഉണ്ടെന്നെങ്കിൽ തന്നെ അതിൻ്റെ ഡീകോമ്പോസിഷൻ വളരെ ഗ്രാജുവൽ ആയിരിക്കും, പെട്ടെന്ന് ഡ്രൈ ഔട്ട് ചെയ്യും. സോ അതിൻ്റെ നാച്ചുറൽ ഫോസിലൈസേഷൻ്റെ കൂടുതൽ സഹായിക്കുന്ന രീതിയിലുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ. പ്രത്യേകിച്ചും നമ്മൾ മലീഹ, അതേപോലെ ലീവ ഈ പ്രദേശത്തൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ തറയിൽ തന്നെ വളരെ ആവശ്യം പോലെ ഫോസിൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഇവിടെ ഇത്രമാത്രം ഫോസിൽ റെക്കോർഡുകൾ ഉണ്ടായിരുന്നതും. പിന്നെ അധികം ആൾക്കാർ ആരും പോയി ഈ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപൂർവം കുറച്ച് ആൾക്കാർ മാത്രമേ ഈ മരുഭൂമി കടന്ന് റുബൽ ഖാലിയൊക്കെ കടന്ന് ഇവിടെ എത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ഹെറിറ്റേജ്, ഈ ആർട്ടിഫാക്ട്സും ഇതുപോലുള്ള പല സംഗതികളും ഫോസിൽസൊക്കെ റീറ്റെയിൻ ചെയ്തത്. സോ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ ഓരോ എമിറേറ്റിനും അവരുടേതായിട്ടുള്ള, ഇപ്പം അബുദാബി ആയാലും അലൈൻ ആയാലും റാസൽ ഖൈമ, ഫുജൈറ, ഇവർക്കൊക്കെ സ്വന്തമായിട്ട് ഒരു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മ്യൂസിയംസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയൊരു ഫൈൻഡ് കണ്ടു കിട്ടിയാൽ തന്നെ അത് ആ ഏരിയ മൊത്തം അവർ ഫെൻസ് കെട്ടി കവർ ചെയ്ത് അവിടുത്തെ എക്സ്കവേഷനൊക്കെ നടത്തിയിട്ട് മാത്രമേ ആ ഏരിയ ഓപ്പൺ ചെയ്ത് കൊടുക്കൂ. ചിലതൊന്നും ഓപ്പൺ ചെയ്ത് കൊടുക്കാറില്ല. അത് അൺഫോർച്ചുനേറ്റാണ്. പക്ഷേ നമുക്ക് പോയി കാണാൻ പറ്റുന്ന പല സ്ഥലങ്ങളുമുണ്ട്. ഈ ഒരുവിധപ്പെട്ട എല്ലാ ആർക്കിയോളജിക്കൽ ഫൈൻഡുകളും മ്യൂസിയത്തിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യും. ചിലതെല്ലാം അബുദാബി മ്യൂസിയത്തിലുണ്ട്, അതുപോലെ അലൈനിലുണ്ട്, അലൈൻ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഉണ്ട്. ആൻഡ് ദെൻ ദുബായിൽ തന്നെ കുറേ ഫൈൻഡുകൾ, സ്കെലറ്റൽ റിമെയിൻസ് എല്ലാം ഗിസൈസിൽ നിന്നെടുത്ത ചില ഗിസൈസ്, ജുമേറ, ഇവിടെ നിന്നെല്ലാം എടുത്ത ഫൈൻഡുകളെല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പോയി കാണേണ്ടതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായിരുന്നത്, ഒന്നും ഇല്ലായിരുന്നു എന്നൊക്കെ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം. ഒരുപാട് സംഗതികളുണ്ട്. നമ്മൾ അന്വേഷിക്കാത്തതും നമ്മൾ പോയി പഠിക്കാത്തതിൻ്റെയും മാത്രം കുറവാണ്, അല്ലാതെ ഒന്നും ഇല്ല എന്നൊന്നുമില്ല.
കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഉണ്ടാക്കുകയും ചെയ്തു. അൽ ഹസൻ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ.